ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹം നടത്തിയിട്ടുള്ള ചരിത്രത്തിലെ പുത്രബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പൊതുസമൂഹം ഇന്ന് വലിയ തെറ്റിദ്ധാരണകൾ കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പുത്രബലിക്ക് സന്നദ്ധനായിട്ടുള്ള ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്മരണ കൂടിയാണ് പെരുന്നാൾ ദിനത്തിലെ മൃഗബലി എന്ന് പറയുന്നത്. അഥവാ സുദൃഢമായ വിശ്വാസത്തിൻ്റെയും അള്ളാഹുവിനുള്ള അനുസരണത്തിൻ്റെയും സന്ദേശം കൂടിയാണ് ഇസ്ലാമിലെ മൃഗബലി. ജീവിതത്തിലെ മുഴുവൻ സ്വാർത്ഥ താൽപ്പര്യങ്ങളെയും ഭൗതികമായിട്ടുള്ള മുഴുവൻ നേട്ടങ്ങളെയും ദൈവമാർഗത്തിൽ സമർപ്പിക്കുവാൻ ഞാൻ സന്നദ്ധനാണ് എന്നുള്ള പ്രഖ്യാപനമാണ് ഓരോ വിശ്വാസിയും ബലികർമ്മത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബലിയെക്കുറിച്ച് ആളുകൾ പലപ്പോഴും വെച്ചു പുലർത്തുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് ബലി കൊലയുടെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ്. ഇത് ബലിയെക്കുറിച്ച് മാത്രമല്ല, ഇസ്ലാമിനെ കുറിച്ച്, വിശിഷ്യ മതത്തെക്കുറിച്ചെല്ലാം തന്നെയും ആളുകൾ ഈ തെറ്റിദ്ധാരണകൾ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. ഒരു കയ്യിൽ വാളും മറുകൈയിൽ ഖുർആനും എന്നുള്ള ഒരു വാർപ്പ് മാതൃക ഇസ്ലാം ഭീതിയുടേതായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ പൊതുസമൂഹത്തിന്റെ മനസ്സുകളിൽ പലപ്പോഴും ഇന്ന് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പലപ്പോഴും മതരഹിതരുടെ ഭാഗത്ത് നിന്ന് ഈ അർത്ഥത്തിലുള്ള വിമർശനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മതം എന്ന് പറയുന്നത് സംഘർഷങ്ങളുടെ ഒരു കുരുക്ഷേത്ര ഭൂമികയാണ്. നിണം തേടുന്ന വേട്ടനായ്ക്കളും ശിരസറ്റ ഉടലുകളും മാത്രമേ ആ ഭൂമികയിലുള്ളൂ. മതത്തിന്റെ വെട്ടിപ്പിടിക്കലുകളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ലാഭം നേടിയിരിക്കുന്നത് ഇസ്ലാമുമാണ്. ഈ അർത്ഥത്തിലുള്ള മതവിമർശനങ്ങൾ, വിശിഷ്യ ഇസ്ലാം വിമർശനങ്ങൾ വലിയ തോതിൽ കനം വെക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ മനുഷ്യഹത്യക്കും എതിരായിട്ടുള്ള ഒരു സംസ്കാരത്തെയാണ് ബലിയിലൂടെ ഇസ്ലാം ആവിഷ്കരിക്കുന്നത്. ലോകത്തിലെ വ്യത്യസ്തമായ സംസ്കാരങ്ങളെക്കുറിച്ച്, ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുള്ള ഒട്ടേറെ നാഗരികതകളെ സംബന്ധിച്ച് നാം ഒന്ന് ആഴത്തിൽ പഠിച്ചു നോക്കുക. ശ്വാസമൊന്നാഞ്ചു വലിച്ചാൽ നരബലിയുടെ ചോരച്ചൂര് അവിടങ്ങളിൽ നിന്ന് നമുക്ക് മണത്തെടുക്കുവാൻ കഴിയും എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാമിലെ ബലി പ്രതിനിധീകരിക്കുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ സന്ദേശം വളരെ വ്യക്തമാണ്. ആ ബലിയുടെ സന്ദേശം ഒരിക്കലും കൊലയായിരുന്നില്ല, മറിച്ച് ഒരു മനുഷ്യനും ഒന്നിൻ്റെ പേരിലും കൊല്ലപ്പെടരുത് എന്നുള്ളതായിരുന്നു അതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിലപാട് തന്നെ ഒരു മനുഷ്യനും അന്യായമായി കൊണ്ട് കൊല ചെയ്യപ്പെടരുത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇസ്ലാമിൽ വധശിക്ഷയില്ലേ എന്ന് പലരും ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വധശിക്ഷയെ ഇസ്ലാം നിലനിർത്തിയിരിക്കുന്നത് തന്നെ ഒന്നാമതായി കൊണ്ട് വധത്തിനെതിരായി കൊണ്ടാണ്. ഇസ്ലാമിൽ വധശിക്ഷ എന്ന് പറയുന്നത് കൊല്ലാനല്ല, മറിച്ച് കൊലയെ തടയാനാണ് എന്നതാണ്. കൊലയാളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടുന്നത് മരണമാണ് എങ്കിലും അതിലൂടെ സമൂഹത്തിന് കിട്ടുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അത് ജീവിതമാണ്. അടുത്ത ഒരാൾ കൊല്ലപ്പെടാതിരിക്കുവാനുള്ള താക്കീതും ജാഗ്രതയുമാണ് ഇസ്ലാമിലെ വധശിക്ഷ എന്ന് പറയുന്നത്. അഥവാ മനുഷ്യ ജീവന് വിലയുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് ഇസ്ലാമിലെ വധശിക്ഷ നടത്തുന്നത്.